കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ച് യൂട്യൂബർ സഞ്ജു ടി.എസിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയേക്കും. അയ്യോ ആഞ്ജനേയ, അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തുടർച്ചയായ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും നടപടി. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കുഴയുന്ന ലക്ഷണമാണ്. ഇന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപാകെ ഹാജരായ സഞ്ജു ടി.എസും മറ്റു 2 സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം ആരംഭിച്ചു. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഞങ്ങൾ എവിടെയോ ഞാൻ ഒരു കണ്ടിട്ടുള്ള പോലെ എനിക്ക് അപ്പൊ അതാണ് ഇല്ലേ. യൂട്യൂബിൽ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന ആലപ്പുഴ കലവൂർ സ്വദേശി സജു ടി.എസ് നിരന്തരമായി മോട്ടോർ വാഹന നിയമലംഘനം നടത്തുന്നു എന്ന റിപ്പോർട്ട് MVD ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. MVDയെയും മാധ്യമങ്ങളെയും പരിഹസിച്ചുള്ള സജു ടി.എസിന്റെ യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി MVDയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ശവത്തി കുത്തരുത് ജഡ്ജിമാനെ. 17-കാരനെ ഡ്രൈവ് ചെയ്യിപ്പിച്ചതിന് സഞ്ജുവിനെതിരെ നിലവിൽ കേസുണ്ട്. അബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. 160 കിലോമീറ്ററിൽ ഡ്രൈവിംഗ്, മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ്, സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ആണോടാ? ആഡംബര വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കി തുടങ്ങിയ നിയമലംഘനങ്ങളാണ് യൂട്യൂബ് ചാനലിൽ RTO നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇത് ഒരുപാടുണ്ടല്ലോ. ഇങ്ങനെയാണെ നീ കുറെ പൊളയേണ്ടി വരും ഇടി കൊണ്ട്. തുടർന്ന് സജുവും ഓടുന്ന വാഹനത്തിൽ കുളിച്ച മറ്റ് 2 സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ സേവനം ആരംഭിച്ചു. ഇവിടെ 10 ദിവസം നല്ല പണിയെടുക്കേണ്ടി വരും. സാർ എന്താന്ന് വെച്ചാൽ അതിന്റെ സംവിധാനം ഒന്നും ഇവിടെ തരണ്ട. ആ ഒന്നും മേടിക്കണ ആളും അല്ല ഞാന്. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. വരട്ടെ.